ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 4. അർജുന ഉവാച. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതത് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. വിവർത്തനം. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഭാവാർത്ഥം. ഭഗവാന്റെ അംഗീകൃത ഭക്തനാണ് അർജുനൻ. എന്നിട്ടും അദ്ദേഹത്തിന് ഭഗവത് വചനം വിശ്വസിക്കാനാവില്ലെന്നോ? വാസ്തവത്തിൽ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയല്ല അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് കൃഷ്ണനെ പരംപുരുഷനായ ഭഗവാനായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത അസുരന്മാർക്ക് വേണ്ടിയാണ് കൃഷ്ണനെ പറ്റി ഒന്നുമറിയാത്ത ഒരാളെപ്പോലെ അദ്ദേഹം ചോദിക്കുന്നത്. 10-ാം അധ്യായത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനും എല്ലാറ്റിൻ്റെയും ഉറവിടവും അതീന്ദ്രിയതയുടെ പരമകോടിയുമാണെന്ന് അർജുനന് വ്യക്തമായി അറിയാമായിരുന്നു. കൃഷ്ണൻ ദേവകീപുത്രനായി ഭൂമിയിൽ അവതരിച്ചു എന്നതും ശരിയാണ്. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് എങ്ങനെ പരമപുരുഷനായ ഭഗവാനായി, സനാതനനായി, ആദിപുമാനായി തുടരാനാവുമെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഈ പ്രശ്ന നിവൃത്തിക്കായി അതിനെക്കുറിച്ച് ആധികാരികമായി കൃഷ്ണനെ കൊണ്ട് തന്നെ പറയിക്കണമെന്നുദ്ദേശിച്ചാണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചത്. ഇന്നു മാത്രമല്ല, സ്മരണാതീത കാലം മുതൽക്കേ സർവസമ്മതമായ സത്യമത്രേ കൃഷ്ണന്റെ പരമാധികാരത്വം. അസുരന്മാർ മാത്രമേ അദ്ദേഹത്തെ നിരാകരിക്കൂ. കൃഷ്ണന്റെ പരമാധികാരം ഏവരും അംഗീകരിക്കുന്നതാകയാൽ അദ്ദേഹം തന്നെ അത് സ്വയം വെളിവാക്കണമെന്നതായിരുന്നു അർജുനന്റെ ഉദ്ദേശ്യം. തങ്ങൾക്കും അനുയായികൾക്കും മാത്രം ഗ്രഹിക്കാവുന്ന വിധത്തിൽ കൃഷ്ണനെ വികലമാക്കി കാട്ടാനുള്ള അസുരന്മാരുടെ ശ്രമം ഫലിച്ചുകൂടാ. ഏതൊരാളും സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെ കൃഷ്ണന്റെ ശാസ്ത്രം അറിഞ്ഞിരിക്കണം. അതിനാൽ കൃഷ്ണൻ തന്നെപ്പറ്റി വിവരിക്കുന്നത് സർവ്വലോകങ്ങൾക്കും മംഗളകരമായിരിക്കും. ഭഗവാനെ തങ്ങളുടെ നിലപാടിലൂടെ മാത്രം വീക്ഷിക്കുന്ന അസുരന്മാർക്ക് കൃഷ്ണന്റെ ഈ സ്വയം വിവരണം ഒട്ടു വിചിത്രമായി തോന്നാം. ഭക്തന്മാരാകട്ടെ കൃഷ്ണൻ തന്നെ കൃഷ്ണനെ പറ്റി പറയുമ്പോൾ ആ പ്രസ്താവനകളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഭക്തന്മാർ കൃഷ്ണനെക്കുറിച്ച് അധികം അറിവ് നേടാൻ ഉത്സുകരാകയാൽ അദ്ദേഹം ആധികാരികമായി ചെയ്യുന്ന പ്രസ്താവനകളെ ആരാധിക്കും. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കരുതുന്നവരാണല്ലോ നിരീശ്വരവാദികൾ. അവരും അദ്ദേഹത്തിന്റെ അമാനുഷത്വം അംഗീകരിക്കും. സച്ചിദാനന്ദ വിഗ്രഹ, ആനന്ദ വിജ്ഞാനങ്ങളുടെ ശാശ്വതമൂർത്തിയും അതീന്ദ്രിയനും ത്രിഗുണങ്ങളുടെയും കാലദേശങ്ങളുടെയും സ്വാധീന ശക്തിക്ക് അതീതനുമാണ് അദ്ദേഹമെന്ന് മനസ്സിലാക്കിയെന്നും വരാം. അർജുനനെ പോലുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെപ്പറ്റി തെറ്റിദ്ധാരണയുണ്ടാവാൻ വയ്യുന്നതിൽ സംശയമില്ല. കൃഷ്ണനെ ത്രിഗുണങ്ങൾക്കധീനനായ വെറും ഒരു മനുഷ്യനായി കരുതുന്ന നിരീശ്വരരുടെ നിലപാടിനെ എതിർക്കാനുള്ള ഒരു ഉപായമാണ് ഭഗവത് ഭക്തനായ അർജുനന്റെ ഈ ചോദ്യം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.